ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങൾ ഉറപ്പായും സേവ് ചെയ്ത് വെക്കേണ്ട ഒരു വീഡിയോ ആണത്. കാരണം പബ്ലിക് എക്സാം കഴിയുന്നത് വരെ SSLC ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫ്രേസൽ വേർബ്സ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പുതുതായി പഠിച്ചു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും തിരിച്ചു വരേണ്ട ഒരു ഇടമാണിത്, ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അയക്കാനും മറക്കരുത്. ആൻഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ. ലെറ്റ്സ് ബിഗിൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നോക്കൂ, SSLC എക്സാമിൽ, പബ്ലിക് എക്സാമിൽ പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധമായും ഓർമ്മിച്ച് വെക്കേണ്ട 30 ഫ്രേസൽ വേർബ്സ് ആണ് നാച്ചു സാർ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഓർഡറിലാണ് പഠിച്ചു പോകുന്നത്. അതായത് പുട്ട് എന്ന് പറഞ്ഞ റൂട്ട് വേർബ് വെച്ച് തുടങ്ങുന്ന 4 ഫ്രേസൽ വേർബ്സ് നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നു. സെറ്റ് എന്ന് പറഞ്ഞ റൂട്ട് വേർബ്, ഫോർ എക്സാമ്പിൾ സെറ്റ് വെച്ചിട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട 2 ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഒന്ന് സെറ്റ് ഔട്ട് ആണ്, മറ്റൊന്ന് സെറ്റ് അപ്പ് ആണ്. അതുപോലെ കമ്മ് വെച്ചിട്ട് നമ്മൾ 2 ഫ്രേസൽ വേർബ്സ് ഓർമ്മിച്ച് വെക്കണം. മേക്ക് വെച്ചിട്ട് 4 ഫ്രേസൽ വേർബ്സ് ഓർമ്മിച്ച് വെക്കണം. സോ ഈ ഓർഡറിൽ 30 ഫ്രേസൽ വേർബ്സ് അടുത്ത 10 മിനിറ്റിനുള്ളിൽ അടിപൊളിയായി നമ്മൾ പഠിക്കും. സോ ഒരു പേനയും പേപ്പറൊക്കെ ആയിട്ട് റെഡിയായി നിന്നോളൂ. നമ്മൾ ആദ്യം പുട്ട് എന്ന് പറഞ്ഞ റൂട്ട് വേർബിൽ തുടങ്ങുന്ന 4 ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുന്നു. പുട്ട് ഓൺ ഞാൻ പേർപ്പസ്ഫുള്ളി സ്കിപ്പ് ചെയ്തതാണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. ആൻഡ് എന്താണ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ്? യെസ്, നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോസ്റ്റ്പോൺ എന്നാണ്. ഒരു കാര്യം എന്ത് ചെയ്യുക, മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുക എന്നാണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ്. അടുത്തത് പുട്ട് എക്രോസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസൽ വേർബ് ആണ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. എന്നാൽ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് പറയുക എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആശയവിനിമയം നടത്തുക എന്ന് വേണ്ട, പറയുക എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അടുത്തത് പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഫോർവേഡ് മീൻസ് ടു സജസ്റ്റ് എൻ ഐഡിയ, ഒരു ആശയം എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. സോ പുട്ട് എക്രോസും പുട്ട് ഫോർവേഡ് നമ്മൾ ഇന്റർചേഞ്ചബിളി എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് പുട്ട് അപ്പ് വിത്ത് ആണ്. പുട്ട് അപ്പ് വിത്തിന്റെ മീനിങ് എന്താ? യെസ്, പുട്ട് അപ്പ് വിത്തിന്റെ മീനിങ് ടു ടോളറേറ്റ് അല്ലെങ്കിൽ സഹിക്കുക എന്നാണ്. സോ ഈ 4 ഫ്രേസൽ വേർബ്സ് നമ്മൾ പുട്ട് വെച്ച് ഓർമ്മിച്ച് വെക്കണം. പഠിച്ചു കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് സെറ്റ് എന്ന റൂട്ട് വേർബ് വെച്ചിട്ട് 2 പ്രധാനപ്പെട്ട ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഒന്ന് സെറ്റ് ഔട്ട് ആണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗിൻ എ ജേർണി, ഒരു യാത്ര പുറപ്പെടുക എന്നാണ്. എന്നാൽ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് പോവുക, പുറപ്പെടുക എന്ന അർത്ഥമാണ്. ഇതേ അർത്ഥമുള്ള മറ്റൊരു ഫ്രേസൽ വേർബാണ് സെറ്റ് ഓഫ്. സോ സെറ്റ് ഓഫും സെറ്റ് ഔട്ടും എന്ത് തന്നെയാണ്? ടു ബിഗിൻ എ ജേർണി, യാത്ര പുറപ്പെടുക, പോവുക എന്നൊക്കെയാണ്. ദെൻ വി ഹാവ് സെറ്റപ്പ്, വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗിൻ ഓർ എസ്റ്റാബ്ലിഷ് എന്നാണ്. തുടങ്ങുക, ആരംഭിക്കുക എന്നൊക്കെയാണ്. തുടങ്ങുക, ആരംഭിക്കുക, സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് എന്നൊക്കെയാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും തുടങ്ങുന്നതല്ല, ഒരു പ്രസ്ഥാനമോ ഒരു എന്താ പറയുക, ഒരു ഓഫീസോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് നമുക്ക് ഗിവ് എന്ന് പറഞ്ഞ റൂട്ട് വേർബ് വെച്ചിട്ടുള്ള 3 ഫ്രേസൽ വേർബ്സ് ആണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്ന് ഗിവ് അപ്പ് ആണ്. ഗിവ് അപ്പിന് 2 മീനിങ്സ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഒന്ന് ടു അബാൻഡൻ എന്നാണ്. ഒന്ന് എന്താണ്? ടു അബാൻഡൻ. മലയാളം ഉപേക്ഷിക്കുക എന്നാണ്. എന്താണ്? ഉപേക്ഷിക്കുക എന്നാണ്. രണ്ടാമത്തത് അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഗിവ് അപ്പ് മീൻസ് അക്സെപ്റ്റ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുക എന്നാണ്. അതുപോലെ ഓർമ്മിച്ച് വെക്കേണ്ട, അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ഫ്രേസൽ വേർബാണ് ഗിവ് ഇൻ എന്ന് പറയുന്നത്. ഗിവ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സറണ്ടർ എന്നാണ്, കീഴടങ്ങുക എന്നാണ്. ദെൻ ഗിവ് എവേ എന്താണ്? നമുക്കറിയുന്നൊരു ഗിവ് എവേ ഉണ്ടല്ലേ, ഇൻസ്റ്റഗ്രാമിൽ ഗിവ് എവേ, ഫേസ്ബുക്കിൽ ഗിവ് എവേ, യൂട്യൂബിൽ ഗിവ് എവേ. അതെന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് എന്നാണ്. ഗിവ് എവേക്ക് ഡിസ്ട്രിബ്യൂട്ട് എന്ന അർത്ഥമുണ്ട്, അതായത് വിതരണം ചെയ്യുക എന്ന അർത്ഥമുണ്ട്. എന്നാൽ ഗിവ് എവേക്ക് ഒരു മീനിങ് കൂടെ ഉണ്ട്. എന്താണ് ഗിവ് എവേ എന്ന് പറഞ്ഞാൽ? ഒരു രഹസ്യം പുറത്താവുക അല്ലെങ്കിൽ പുറത്തു പറയുക എന്നർത്ഥം കൂടെ ഉണ്ട്. ടു റിവീൽ എ സീക്രട്ട് എന്ന മീനിങ് കൂടെ ഗിവ് എവേക്ക് ഉണ്ട് എന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 4 + 2 + 3 9 ഫ്രേസൽ വേർബ്സ് പഠിച്ചു. അടുത്തത് കം എന്ന റൂട്ട് വേർബിൽ തുടങ്ങുന്ന 2 ഫ്രേസൽ വേർബ്സ് ആണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അതിൽ ആദ്യത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കം അക്രോസ്. കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ്
ടു മീറ്റ് എന്നാണ്, പക്ഷെ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ ടു മീറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക, കാണുക എന്നാണ് കം അക്രോസിൻ്റെ മീനിങ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ഫ്രേസൽ വേർബ്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവുക യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഫ്രേസൽ വേർബ് എന്നാണ്. അതായത് പാസ്റ്റ് ടെൻസിലാണ് നിങ്ങളുടെ പാസേജ് എങ്കിൽ അതിനെ നിങ്ങൾ V2ലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കം അക്രോസ് മാത്രം എടുത്ത് എഴുതിയാലും ടീച്ചേഴ്സ് മാർക്ക് തരാൻ സാധ്യതയുണ്ട്. പക്ഷേ കം അക്രോസിൻ്റെ V2 കെയിം അക്രോസ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കാം. ഗിവ് അപ്പിൻ്റെ V2 ഗേവ് അപ്പ് ആണ്, ഗിവ് ഇന്നിൻ്റെ V2 ഗേവ് ഇൻ ആണ്, ഗിവ് എവേയുടെ V2 ഗേവ് എവേ ആണ്. പക്ഷേ ഇവിടെ സെറ്റിൻ്റെയും പുട്ടിൻ്റെയും കേസിൽ അതിൻ്റെ V1ഉം V2ഉം V3യും, പുട്ടിൻ്റെ V1 V2 V3 സെറ്റ് പുട്ടാണ്, സെറ്റിൻ്റെ V1 V2 V3 സെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഫോമിൽ എന്തില്ല, മാറ്റം വരില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോമിൽ മാറ്റം വരും. അടുത്തത് കം ഡൗൺ വിത്ത്. എന്താണ് കം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ്? കം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് വിത്ത് എന്നാണ്, അഫക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഒരു രോഗമോ പ്രയാസമോ ഒക്കെ ബാധിക്കുക എന്നാണ് കം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റൂട്ട് വേർബ് വിച്ച് ഈസ് കോൾ. കോൾ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. ഒരാളെ സന്ദർശിക്കുക, ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു വിസിറ്റ് എ പ്ലേസ് എന്നാണ്. ഇത് ഓർമ്മിച്ച് വെക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഓൺ എന്ന് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ON, കോൾ ഓണിൽ ഓൺ ഉണ്ട്. അതുപോലെ എന്തിലും ഓൺ ഉണ്ട്, പേഴ്സണിലും ഓൺ ഉണ്ട്. സോ ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യൽ കോൾ ഓൺ ആണ്. അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്ലേസിൻ്റെ മുമ്പിലാണ് അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുക. സോ ആ പ്രിപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് കോൾ ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു ക്യാൻസൽ എന്നാണ്, റദ്ദ് ചെയ്യുക എന്നാണ്. ദെൻ മൂവിങ് ഓൺ. അടുത്തത് ഗോ എന്ന റൂട്ട് വേർബ് വെച്ചിട്ട് 2 ഫ്രേസൽ വേർബ്സ് ആണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്ന് ഗോ ഓൺ ആണ്. ഗോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇത് പറയുമ്പോൾ ഗോ ഓണിൻ്റെ V2 ഒന്ന് മനസ്സിലാലോചിക്കണം. എന്താണ് ഗോ ഓണിൻ്റെ V2? വെൻറ്റ് ഓൺ ആണ്. കാരണം ഗോയുടെ V2 വെൻറ്റ് ഓൺ ആണ്. അതുകൊണ്ട് ഗോ ഓണിൻ്റെ V2 വെൻറ്റ് ഓൺ ആണ്. ഓക്കെ, ശരി. അടുത്തത് ഗോ ത്രൂ ആണ്. ഗോ ത്രൂവിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ടു എക്സാമിൻ, പരിശോധിക്കുക എന്ന അർത്ഥമുണ്ട്. എന്നാൽ അതുപോലെ എന്തർത്ഥം കൂടെയുണ്ട്, ടു അണ്ടർഗോ എന്ന അർത്ഥം കൂടെയുണ്ട്. ടു അണ്ടർഗോ അല്ലെങ്കിൽ കടന്നു പോവുക. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, സ്പിൽമാൻ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. സോ അവിടെ സ്പിൽമാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എന്നാണ്. ഗോ ത്രൂവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഗോ ത്രൂയുടെ പാസ്റ്റ് ടെൻസ് കടന്നു പോവുക, കടന്നു പോയി എന്ന് പറയണമെങ്കിൽ വെൻ ത്രൂ എന്ന് പറയണം. ഓക്കെ, ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുന്നു. നെക്സ്റ്റ് ഗെറ്റ് ആണ്. ഗെറ്റ് വെച്ചിട്ട് 3 ഫ്രേസൽ വേർബ്സ് ആണ് എൻ്റെ കുട്ടികൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്ന് ഗെറ്റ് എവേ ആണ്. ഗെറ്റ് എവേ എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു എസ്കേപ്പ് എന്നാണ്, രക്ഷപ്പെടുക എന്നാണ്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എസ്കേപ്പ് എന്നാണ്, രക്ഷപ്പെടുക എന്നാണ്. അടുത്തത് ഗെറ്റ് ഓവർ ആണ്. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓവർകം എന്നാണ്, തരണം ചെയ്യുക, മറികടക്കുക എന്നൊക്കെയാണ് ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. ദെൻ ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താ? ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രണ്ട്ലി എന്നാണ്. ടു ബി ഫ്രണ്ട്ലി, സൗഹൃദത്തിലാവുക എന്നാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ആർട്ടിക്കിൾ ജർമ്മൻ ഓഫീസറും സ്പിൽമാനും സൗഹൃദത്തിലാവുന്നുണ്ട്. ബിലവഡ് ബോലസിൽ തെരേസയും സ്റ്റുഡൻറ്റും പിന്നീട് സൗഹൃദത്തിലാവുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഈ ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബ് ഓർമ്മിച്ച് വെക്കാം. അടുത്തത് മേക്ക് എന്ന് പറഞ്ഞ റൂട്ട് വേർബ് വെച്ചിട്ട് 4 ഫ്രേസൽ വേർബ്സ് ആണ് എൻ്റെ കുട്ടികൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ. ഒന്ന് മേക്കപ്പ് മൈൻഡ് ആണ്. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസൈഡ് എന്നാണ്, അല്ലെങ്കിൽ തീരുമാനിക്കുക എന്നാണ്. മേക്കപ്പ് വൺസ് മൈൻഡ്, ഒരാളുടെ മൈൻഡ് മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കുക എന്നാണ്. അതിൻ്റെ V2 എന്താണ്? മെയ്ഡ് അപ്പ് മൈ മൈൻഡ് അല്ലേ, അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഫോർ എക്സാമ്പിൾ, ബബ്ലു മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏത് രീതിയിലും. ഓക്കെ, മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നാണ്. അടുത്തത് മേക്ക് അപ്പ് ആണ് അല്ലെ. മേക്കപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? ടു ക്രിയേറ്റ് എ സ്റ്റോറി, ഒരു കഥയുണ്ടാക്കുക, ഒരു കഥ മെനഞ്ഞുണ്ടാക്കുക എന്നാണ്.
മേക്കപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബ് കൊണ്ട് മീൻ ചെയ്യുന്നു. അടുത്തത് മേക്ക് ഇറ്റ് അപ്പ് ആണ്. മേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിസോൾവ് എന്നാണ്. അതായത് സോൾവ് ചെയ്യുക, പരിഹരിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ മേക്ക് ഇറ്റ് അപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലുക്കാണ്. ലുക്ക് എന്ന് പറഞ്ഞ റൂട്ട് വേർബ് വെച്ചിട്ട് 4 ഫ്രേസൽ വേർബ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലുക്ക് ആഫ്റ്റർ ആണ്. എന്താണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടേക്ക് കെയർ എന്നാണ്. മലയാളം സംരക്ഷിക്കുക എന്നാണ്. അടുത്തത് ലുക്ക് ഫോർ ആണ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു സെർച്ച് എന്നാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ദ നറേറ്റർ ഫാറ്റോ ഡിയോം വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ലുക്ക് ഫോർ, ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ദെൻ ലുക്ക് ഫോർവേഡ് ടു. എന്താണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് വിത്ത് ഹോപ്പ് എന്നാണ്. അതായത് പ്രതീക്ഷയോടെ കാക്കുക, അല്ലെ? കാത്തു നിൽക്കുക, അല്ലെങ്കിൽ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ കാക്കുക എന്ന അർത്ഥമാണ് ലുക്ക് ഫോർവേഡ് ടുവിനുള്ളത്. ആൻഡ് ലുക്ക് ഡൗൺ അപ്പോൺ, ഇറ്റ്സ് എ നെഗറ്റീവ് ഫ്രേസ്. എന്താണ് ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ? ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലുക്ക് വിത്ത് കണ്ടംപ്റ്റ്. ടു ലുക്ക് വിത്ത് കണ്ടംപ്റ്റ്. മലയാളം പുച്ഛത്തോടെ കാണുക, അല്ലെങ്കിൽ പുച്ഛത്തോടെ നോക്കുക എന്നാണ് ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ്. ആൻഡ് ടേൺ എന്ന് പറഞ്ഞ റൂട്ട് വേർബ് വെച്ച് 2 ഫ്രേസൽ വേർബാണ്, ടേൺ അപ്പും ടേൺ ഡൗണും. ടേൺ അപ്പിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ടു അറൈവ് എന്നാണ്, അല്ലെങ്കിൽ ടു അപ്പിയർ എന്നാണ്. അതായത് എത്തിച്ചേരുക എന്നാണ്, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ്. ആൻഡ് ടേൺ ഡൗണിന്റെ മീനിങ് എന്താ? ടേൺ ഡൗൺ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു റിജക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ നിരസിക്കുക എന്നാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last phrasal verb, which is very important by the way, taken aback. എന്താണ് taken aback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? taken aback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ shocked and surprised എന്നാണ്. shocked and surprised എന്നാണ്. ഞെട്ടുക, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുക എന്നാണ് ടേക്കൺ അബാക്ക് എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ്. അത് എപ്പോഴും പാസീവ് വോയിസിലാണ് വരിക. അതുകൊണ്ട് ടേക്കൺ അബാക്കിന്റെ മുമ്പിൽ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ കേസിൽ ഒരു വാസ് കൂടെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മൾ 30 ഫ്രേസൽ വേർബ്സ് പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നുകൂടെ അതൊന്ന് ഓർമ്മിച്ചെടുക്കണമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും, ഈ വീഡിയോ കാണുന്ന ആൾക്കാരും. പുട്ട് വെച്ചിട്ട് നമ്മൾ 4 ഫ്രേസൽ വേർബ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? പുട്ട് ഓഫ്, പുട്ട് എക്രോസ്, പുട്ട് ഫോർവേഡ്, പുട്ട് അപ്പ് വിത്ത്. ദെൻ സെറ്റ് വെച്ചിട്ട് 2 എണ്ണം ഒന്ന് പറഞ്ഞു നോക്കി. സെറ്റ് ഔട്ടും സെറ്റ് അപ്പും. ഗുഡ്. ഗിവ് വെച്ചിട്ട് 3 എണ്ണം. ഗിവ് അപ്പ്, ഗിവ് ഇൻ, ഗിവ് അവേ. അബ്സല്യൂട്ട്ലി റൈറ്റ്. കം വെച്ചിട്ട് 2 ഫ്രേസൽ വേർബ്. കം എക്രോസ്, കം ഡൗൺ വിത്ത്. ബ്യൂട്ടിഫുൾ. കോൾ വെച്ചിട്ട് 3 എണ്ണം. കോൾ ഓൺ, കോൾ അറ്റ്, കോൾ ഓഫ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഗോ വെച്ചിട്ട് 2 എണ്ണം. ഗോ ഓൺ, ഓക്കെ, ഒന്ന് ഗോ ഓൺ ആണ്, മറ്റൊന്ന് ഗോ ത്രൂ ആണ്. ഗുഡ്. ഗെറ്റ് വെച്ചിട്ട് 3 എണ്ണം. ഓക്കെ, ഗെറ്റ് എവേ, ഗെറ്റ് ഓവർ, ഗെറ്റ് എലോങ്. മേക്ക് വെച്ചിട്ട് 4 എണ്ണം. മേക്ക് അപ്പ് മൈൻഡ്, മേക്ക് ഔട്ട്, മേക്ക് അപ്പ്, മേക്ക് ഇറ്റ് അപ്പ്. ലുക്ക് വെച്ചിട്ട് 4 എണ്ണം. ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർ, ലുക്ക് ആഫ്റ്റർ, ലുക്ക് ഡൗൺ അപ്പോൺ. ടേൺ വെച്ചിട്ട് 2 എണ്ണം. ടേൺ അപ്പ്, ടേൺ ഡൗൺ. ടേക്ക് വെച്ചിട്ട് 1 എണ്ണം. ടേക്കൺ അബാക്ക്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക, പിറകിലേക്ക് പോകുക, എന്നിട്ട് ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പ്രാക്ടീസ് സെഷനിലേക്ക് പോവാണ്. വെൽക്കം. സോ ചിൽഡ്രൻ, ഗ്രാബ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഗെറ്റ് റെഡി വിത്ത് എ പെൻ. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ചോദ്യം വായിക്കാം. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നിങ്ങൾക്ക് പലപ്പോഴും കുറച്ച് പേർക്കെങ്കിലും ഈ അപ്രോപ്രിയേറ്റ് ഫോം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുമില്ല, നിങ്ങളുടെ പാസേജ് V2ലാണെങ്കിൽ, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നിങ്ങൾ ആ ഫ്രേസൽ വേർബിനെ എന്ത് ചെയ്യണം? V2ലേക്ക് മാറ്റണം. ഇനി ഇല്ല, നിങ്ങൾ ആ ഫ്രേസൽ വേർബ് മാത്രമാണ് പിക്ക് ചെയ്യുന്നതെങ്കിലും മാർക്ക് കിട്ടും. ബട്ട് നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞത് അപ്രോപ്രിയേറ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് ഏതാണ് ചാപ്റ്റർ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് ചാപ്റ്റർ? എ പീസ് ഓഫ് സ്ട്രിങ് ആണ്. നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് അതെന്നുള്ളത്? ഗോ ഓൺ. ശരി, ഗോ ഓൺ എന്താണ് നമുക്കറിയാം. ഗോ ഓൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂ, തുടരുക എന്നാണ്. ഗിവ് അപ്പ്, ശരി, അക്സെപ്റ്റ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുക, അല്ലെങ്കിൽ അബാൻഡൻ, ഉപേക്ഷിക്കുക എന്നാണ്. ടേക്കൻ അബാക്ക്, ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് എന്നാണ്. പുട്ട് അപ്പ് വിത്ത്, ടു ടോളറേറ്റ്, സഹിക്കുക എന്നാണ്. സെറ്റ് ഔട്ട്, ടു ബിഗിൻ എ ജേർണി, ഒരു സ്ഥലത്തേക്ക് പോവുക എന്നാണ്. നമുക്ക് നോക്കാം. ഹോച്ച്കോം ഡാഷ് ടു ദ ടാവേൺ വൺ ഡേ. ഹോച്ച്കോം ഒരു ദിവസം ടാവേണിലേക്ക് തുടർന്നു, അല്ല ടാവേണിലേക്ക് പരാജയം സമ്മതിച്ചു, അല്ല ടാവേണിലേക്ക് ഞെട്ടി, ടാവേണിലേക്ക് സഹിച്ചു, ടാവേണിലേക്ക് പോയി. സാർ, ഞങ്ങൾക്കിത് നേരത്തെ അറിയാം, നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നത്? ഒന്നുമില്ല, ഇതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു കുട്ടി ലൈവ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് സിമ്പിളാടാ. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് കിട്ടി. ആദ്യത്തെ എന്താണ്? ടാവേണിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ ടാവേണിലേക്ക് പോയി എന്നാണ്. അപ്പോൾ അവിടെ പോയി, സെറ്റ് ഔട്ടിൻ്റെ V1 V2 V3 ഒക്കെ സെറ്റ് ഔട്ടാണ്, അതുകൊണ്ട് സെറ്റ് ഔട്ട് എന്ന് എഴുതിയാൽ മതി. ഇനി എന്തിനാണ്? ഡിറ്റർമിൻ ടു ക്ലിയർ ഹിസ് നെയിം, അയാളുടെ പേര്, അതായത് ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ദൃഢനിശ്ചയം എടുത്താണ് പോയത്. ഹി വാസ് ഡാഷ്. ഇത് നമുക്കൊരു ക്ലൂ ആണ്. ഇവിടെ ഒരു വാസ് ഉണ്ടെങ്കിൽ ടേക്കൺ ബാക്ക് വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. എന്നാലും വായിച്ചു നോക്കാം. ഹി വാസ് ഡാഷ് വെൻ എ ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് സ്റ്റിൽ ഡൗട്ടഡ് ഹിം. അതായത് ആ പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയിട്ടും ഒരു കൂട്ടം വില്ലേജേഴ്സ് ഇപ്പോഴും തന്നെ ഡൗട്ട് ചെയ്യുന്നു, സംശയിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്താവുന്നു? അദ്ദേഹം തുടരുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു, അദ്ദേഹം ഞെട്ടുന്നു, അദ്ദേഹം സഹിക്കുന്നു, അദ്ദേഹം ഞെട്ടുന്നു. ഓക്കെ, അപ്പോൾ ടേക്കൺ ബാക്കിൽ വേറെ മാറ്റമൊന്നും വരുത്തണ്ട, കാരണം ടേക്കൺ ബാക്ക് ഓൾറെഡി V3 നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ രണ്ടാമത്തെ ആൻസർ ടേക്കൺ ബാക്ക് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. മുന്നോട്ട് പോകുന്നു. They dash mocking and laughing at his attempts to prove his innocence. അയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള, അയാളുടെ നിഷ്കളങ്കത പ്രൂവ് ചെയ്യാനുള്ള അയാളുടെ ശ്രമങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? മോക്ക് ചെയ്യുന്നത്, കളിയാക്കുന്നതും ചിരിക്കുന്നതും എന്ത് ചെയ്യുന്നു? തുടരുന്നു. നിങ്ങൾ നോക്കാം, നമ്മൾ ഓൾറെഡി ഇത് രണ്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ഗോ ഓണും ഗിവ് അപ്പും പുട്ടപ്പ് വിത്തുമാണ്. അവിടെ ആകെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താണ്? തുടർന്നു എന്നാണ്, ഗോ ഓൺ എന്നാണ്. പക്ഷേ ഗോ ഓണിന്റെ V2 എഴുതണം. ഗോ ഓണിന്റെ V2 എന്താണ്? വെന്റ് ഓൺ. ഗോ ഓൺ എഴുതിയ മാർക്ക് കിട്ടും. പക്ഷെ കുറച്ചുകൂടെ നല്ല എന്താണ്? വെന്റ് ഓൺ ആണ്. ആൻഡ് ഹി കുഡ് നോട്ട് ഡാഷ് ദർ ക്രൂവൽ റിമാർക്സ്, അല്ലേ? അദ്ദേഹത്തിന് അവരുടെ ക്രൂവൽ റിമാർക്സ്, അതായത് ഭയങ്കര ക്രൂരമായ കമന്റുകൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? സഹിക്കാൻ പറ്റിയില്ല. കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത്, അവിടെ പുട്ടപ്പ് വിത്ത് മാറ്റേണ്ട, കാരണം ഇവിടെ ഒരു കുഡ് ഉണ്ട്. കുഡ് അല്ലെങ്കിൽ വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് കഴിഞ്ഞാൽ വേർബിന്റെ V1 തന്നെയാണ് വരിക, അല്ലെങ്കിൽ പുട്ടപ്പ് വിത്തിന്റെ V1 V2 V3 പുട്ടപ്പ് വിത്ത് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ്, ബട്ട് ഹി റിഫ്യൂസ്ഡ് ടു ഡാഷ് പ്രൂവിങ് ഹിസ് ഇന്നസെൻസ്. അപ്പം നിങ്ങൾ നോക്കുക, ഈ ബാക്കിയുള്ളത് ഗിവ് അപ്പ് ആണ്, അത് അവിടെ അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് സാർ ഗേവ് അപ്പ് എന്ന് എഴുതാത്ത? കാരണം ഇവിടെ ഒരു 2 ഉണ്ട്. 2 വന്നു കഴിഞ്ഞാൽ വേർബിന്റെ ബേസ് ഫോമേ വരാൻ പാടുള്ളൂ, ഗിവ് അപ്പേ വരാൻ പാടുള്ളൂ. ഹി റിഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ് പ്രൂവിങ് ഹിസ് ഓണസ്റ്റി. അദ്ദേഹത്തിന്റെ ഓണസ്റ്റി, സത്യസന്ധത പ്രൂവ് ചെയ്യുന്നത് എന്ത് ചെയ്തു? എന്താ പറയുക? ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതായത് സത്യസന്ധത പ്രൂവ് ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഓക്കെ, ഐ ബിലീവ് നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Complete the paragraph using appropriate forms of the phrasal verbs given in brackets. ഏതൊക്കെയാണ് phrasal verbs നോക്കാം. ഗെറ്റ് ഓവർ എന്ന് വെച്ചാൽ ഓവർകം, തരണം ചെയ്യുക അല്ലെങ്കിൽ മറികടക്കുക. ലുക്ക് ഡൗൺ നമുക്കറിയില്ല, കാരണം നമ്മൾ പഠിച്ചത് ലുക്ക് ഡൗൺ അപ്പോൺ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എവിടെയെങ്കിലും അതിൻ്റെ ബാക്കി ഉണ്ടോ നോക്കിയാൽ മതി. ലുക്ക് ഡൗൺ അപ്പോൺ ഉണ്ടോ നോക്കിയാൽ മതി. വേണ്ട, ലുക്ക് ഡൗൺ നമുക്ക് അവിടെ വയ്ക്കാം. കം അക്രോസ് അറിയാം, കണ്ടുമുട്ടുക, കാണുക. മേക്ക് ഇറ്റ് അപ്പ് നമുക്കറിയാം. എന്താ മേക്ക് ഇറ്റ് അപ്പ് എന്ന് വെച്ചാൽ റിസോൾവ് ചെയ്യുക, പരിഹരിക്കുക. ടേക്കൺ ബാക്ക് എന്ന് വെച്ചാൽ എന്താ? ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് എന്നാണ്. നോക്കൂ, ഇതേതാ ചാപ്റ്റർ? ദ സ്റ്റുഡന്റ് വാസ് റിയലൈസ്ഡ് ദ ലേഡി ഇമാജിനറി ലവർ. ഏതാണ്? ബിലവഡ് ബോലസ് ആണ്, മാക്സിം ഗോർക്കിയുടെ. ദ സ്റ്റുഡന്റ് വാസ് ഡാഷ്, വീണ്ടും ഇവിടെ വാസ് വന്നു. ദ സ്റ്റുഡന്റ് വാസ് ഡാഷ് വെൻ ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ലേഡി ഹാഡ് ക്രിയേറ്റഡ് ആൻ ഇമാജിനറി ലവർ. തെരേസ, ആ ലേഡി ഒരു ഇമാജിനറി ലവറിനെ ഉണ്ടാക്കി എന്ന് അറിഞ്ഞപ്പോൾ സ്റ്റുഡന്റ് എന്തായി? സ്റ്റുഡന്റ് ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയി. അതിലൊരു സംശയവും വരില്ല. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? ടേക്കൺ അബാക്ക് ആണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്? ടേക്കൺ അബാക്ക് ആണ്. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്നു. ഏർലിയർ, ഇതിനു മുമ്പ് ഹി ഹാഡ് ഓൾവേസ് ഡാഷ് അപ്പോൺ ഹെർ. അവളെ എപ്പോഴും എന്തോ ചെയ്തിരുന്നു ബിക്കോസ് ഓഫ് എ ഷാബി അപ്പിയറൻസ്. അവളുടെ മോശമായ അപ്പിയറൻസ്, രൂപം കണ്ട സമയത്ത് മുമ്പ് സ്റ്റുഡന്റ് എപ്പോഴും ഇവളെ പുച്ഛത്തോടെ നോക്കുമായിരുന്നു. ഇവിടെ ഒരു അപ്പോൺ ഉണ്ട്, അപ്പോൾ പിന്നെ എന്ത് എഴുതിയാൽ മതി? ലുക്ക് ഡൗൺ അപ്പോൺ ആണ്. പക്ഷേ കുറച്ചുകൂടെ നല്ലത്, അപ്രോപ്രിയേറ്റ് എന്താണ്? ലുക്ക് ഡൗൺ അപ്പോൺ ആണ്. ലുക്ക് ഡൗൺ അപ്പോണിന്റെ V2 എന്താണ്? ലുക്ക്ഡ് ഡൗൺ അപ്പോൺ ആണ്. സോ രണ്ടാമത്തെ കിട്ടി. ഇനി നോക്കാം. നൗ ഹി സ്ട്രഗിൾ ടു ഡാഷ് ദ ഗിൽറ്റ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഗിൽട്ട്, അല്ലെ, അവളുടെ
പെയിനെ ഇഗ്നോർ ചെയ്ത, അവളുടെ വേദനയെ അവഗണിച്ച ആ ഒരു എന്താ പറയുക, ആ ഗിൽട്ട് ഉണ്ടല്ലോ, കുറ്റബോധം, എന്തോ ചെയ്യാൻ എന്ത് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു. എന്ത് ചെയ്യാനായിരിക്കും? ഗെറ്റ് ഓവർ ചെയ്യാനാണോ, കം അക്രോസ് ചെയ്യാനാണോ, മേക്ക് ഇറ്റ് അപ്പ് ചെയ്യാനാണോ? ഒരു സംശയവും വേണ്ട, തരണം ചെയ്യുക അല്ലെങ്കിൽ ഗെറ്റ് ഓവർ ആണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ഹി ഫൈനലി അണ്ടർസ്റ്റുഡ് ഹൗ ഡീപ്ലി ഷീ ഫെൽറ്റ് ഹർ ഐസൊലേഷൻ, അവളുടെ ഒറ്റപ്പെടൽ അവൾക്ക് എത്രത്തോളം ആഴത്തിൽ തോന്നി എന്ന് മനസ്സിലാക്കിയപ്പോൾ ബുദ്ധിമുട്ടായി. ഡിറ്റർമിൻ ടു ഡാഷ് ടു ഹർ. ഇനി ബാക്കിയുള്ളത് ഗെറ്റ് ഓവർ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കം അക്രോസും മേക്ക് ഇറ്റ് അപ്പും ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ കം അക്രോസ് വളരെ പോപ്പുലർ ആയ ഒരു ഫ്രേസൽ വേർബാണ്, ശരി, പക്ഷെ അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കൂ, ഡിറ്റർമിൻ ടു, അതായത് തീരുമാനിച്ചുറപ്പിച്ചു, എന്തിന്, എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാഷ് ടു ഹർ, കം അക്രോസ് ടു ഹർ, ഹി റിസോൾവ് ടു ട്രീറ്റ് ഹർ വിത്ത് ജെന്യുവിൻ കൈൻഡ്നസ് ആൻഡ് റെസ്പെക്ട്. അവിടെ ഏത് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? ഡിറ്റർമിൻ ടു മേക്ക് ഇറ്റ് അപ്പ്, അതായത് റിസോൾവ് ചെയ്യാൻ വേണ്ടി മേക്ക് ഇറ്റ് അപ്പ് ടു ഹർ. അപ്പോൾ ഈ മേക്ക് ഇറ്റ് അപ്പ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. മേക്ക് ഇറ്റ് അപ്പ് കഴിഞ്ഞാൽ മിക്കവാറും എന്ത് വരും? ടു വരും. സോ മേക്ക് ഇറ്റ് അപ്പ് ടു ഹിം, മേക്ക് ഇറ്റ് അപ്പ് ടു ഹർ എന്നുള്ള അർത്ഥത്തിൽ വരും. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last question, ladies and gentlemen. ഇത് എല്ലാം ശരിയാക്കണം. ഒന്ന്, ഓപ്ഷൻ ഏതൊക്കെയാണ്? ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ കാത്ത് വെക്കുക. എക്സ്പെക്ട് വിത്ത് ഹോപ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, ലുക്ക് ഫോർവേഡ് കഴിഞ്ഞാൽ ടു വരണം. ലുക്ക് ഫോർവേഡ് ടു, അപ്പോൾ ടു ഉണ്ടോ നോക്കാം. ഗിവ് അപ്പ് അറിയാം, കം അക്രോസ് അറിയാം, പുട്ട് അക്രോസ് അറിയാം, ഗിവ് അപ്പ്, രണ്ട് ഗിവ് അപ്പ് ഉണ്ട്. പോട്ടെ, ലുക്ക് ഫോർ അറിയാം. ലുക്ക് ഫോർ എന്താ? തിരയുക, സെർച്ച് എന്നാണ്. ഓക്കെ, ശരി. ദ നറേറ്റർ വാസ് ഡെസ്പറേറ്റ്ലി ഡാഷ് ഫോർ എ ജോബ്. നറേറ്റർ ഒരു ജോബിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തിരയുക എന്ന അർത്ഥത്തിലുള്ളത് ലുക്ക് ഫോർവേഡ് ആണ്. സോ വാസ് ലുക്ക് ഫോർ എന്ന് എഴുതരുത്, ശരിക്കും എന്താണ് എഴുതേണ്ടത്? ലുക്കിംഗ് ഫോർ ആണ്. ലുക്ക് ഫോർ എഴുതിയാലും മാർക്ക് തരാം. ദ നറേറ്റർ വാസ് ഡെസ്പറേറ്റ്ലി, ഒരു പ്രതീക്ഷയുമില്ലാതെ, ലുക്കിംഗ് ഫോർ എ ജോബ് വെൻ ഷീ ഡാഷ് എൻ അഡ്വർടൈസ്മെന്റ്, ഒരു അഡ്വർടൈസ്മെന്റ് കാണുക. കം അക്രോസ് ആണല്ലോ, ആണ്. കം അക്രോസിന്റെ V2 എന്താ? കെയിം അക്രോസ് ആണ് സാറേ. ഓക്കെ സർ, കെയിം അക്രോസ് an advertisement in a free paper. It was the post of a sales girl in a bakery and preferred applicants who spoke the local dialect. Her friend tried to discourage her. അവളുടെ സുഹൃത്ത്, ആ ഫ്രഞ്ച് സുഹൃത്ത് അവളെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഷീ റിഫ്യൂസ്ഡ് ടു ഡാഷ് ഹോപ്പ്. പക്ഷെ അവളുടെ പ്രതീക്ഷ എന്തോ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്ത് ചെയ്യാനാ? ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. സോ give up hope. The next morning she went to the bakery only to be humiliated by owners' biased remarks. അല്ലേ, പിറ്റേ ദിവസം അവളോട് പോകുന്നു, അവളുടെ റേസിൻ്റെ പേരിൽ, അവളുടെ നാഷണാലിറ്റിയുടെ പേരിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് യെറ്റ്, എന്നിട്ടും ഷീ ഡിസൈഡഡ് ടു, അവൾ തീരുമാനിച്ചു, എന്തിന്? ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പ്രതീക്ഷയുടെ കാത്തു നിൽക്കാൻ. ഏതൊക്കെ ഓപ്ഷനാണ് ബാക്കിയുള്ളത്? പ്രതീക്ഷയുടെ കാത്തു നിൽക്കാൻ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി സംസാരിക്കാൻ, അല്ല, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു നിൽക്കാൻ. ആൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ലുക്ക് ഫോർവേഡ് കഴിഞ്ഞിട്ട് ഇവിടെ ടു ഉണ്ട്, ലുക്ക് ഫോർവേഡ് ടു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ ദിസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇസ് ദ ക്ലാസ്. ആൻഡ് ഐ ബിലീവ് നിങ്ങൾക്ക് കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഓരോ ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം, ഒരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രണ്ട്, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem Learning. ഹാപ്പി ലേണിംഗ് എവരിബഡി.